നമസ്തേ, എൻ്റെ പേര് ഹേമ എന്നാണ്. കോഴിക്കോട് ജില്ലയിലാണ് താമസം. സംസ്കൃതമാണ് പഠിച്ചത്. പി ജിയും ബി എഡും ആണ് എൻ്റെ ക്വാളിഫിക്കേഷൻ. പി ജി ചെയ്തത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും ബി എഡ് ചെയ്തത് തൃശ്ശൂർ പുറനാട്ടുകാരിയാണ്. ഞാൻ പി ജിയും ബി എഡും കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളായി. പക്ഷേ സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനും എഴുതാനും ഒക്കെ തുടങ്ങിയത് 2022 ലാസ്റ്റോടു കൂടിയാണ്. ആ സമയത്ത് എക്സാമിന് അപ്ലൈ ചെയ്ത് സിലബസൊക്കെ ഡൗൺലോഡ് ചെയ്ത് ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന സമയത്താണ് ഞാൻ IPLSൻ്റെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നത്. മലയാളത്തിലായതുകൊണ്ട് തന്നെ എനിക്ക് വളരെ സൗകര്യമായി. എന്നാൽ നോട്ട്സ് ഇംഗ്ലീഷിൽ നമുക്ക് കിട്ടുകയും ചെയ്യും, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്യാം, സാവധാനം വായിച്ച് പഠിക്കുകയും ചെയ്യാം. ആ സമയത്ത് എക്സാം എഴുതിയപ്പോൾ പേപ്പർ 1 ചെറിയ മാർക്കിന് പോയി. പേപ്പർ 2 കിട്ടി, പക്ഷേ പേപ്പർ 1 ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെറിയ മാർക്കല്ലേ, എന്നാൽ ഒന്നും കൂടി ശ്രമിച്ചാൽ കിട്ടുമെന്ന് വിചാരിച്ച് ഒന്നും കൂടെ ഞാൻ എഴുതി. പക്ഷേ 1 മാർക്കിന് പേപ്പർ 1 മിസ്സായി. അപ്പോൾ അത് വല്ലാത്തൊരു സങ്കടമായി. അങ്ങനെ എനിക്ക് ചെറിയ കുട്ടിയുള്ളതുകൊണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട്. എങ്കിൽ കൂടി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈവ് ക്ലാസ്സിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ ഉള്ള സാഹചര്യം ആയിരുന്നില്ല ആ സമയത്ത്. അതുകൊണ്ട് ഞാൻ പ്രീ റെക്കോർഡഡ് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്തു. IPLSൻ്റെ തന്നെ പ്രീ റെക്കോർഡഡ് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുന്നത് അങ്ങനെയാണ്. അതാവുമ്പോൾ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയത്ത് നമുക്ക് പഠിക്കാനും നോട്ട്സ് എഴുതാനും പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിലാണ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് പ്രധാനമായിട്ട് 3 മൊഡ്യൂളാണ് ഞാൻ പൂർണ്ണമായിട്ട് ക്ലാസ് കേൾക്കുകയും നോട്ട്സ് പ്രിപ്പയർ ചെയ്തു പറയാൻ പറ്റില്ല. ഞാനൊരു പോയിൻ്റ് ഔട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. നമ്മൾ ക്ലാസ് കേൾക്കുന്ന സമയത്ത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വെക്കും. ഇന്ന ക്ലാസ്, ഇത്രാമത്തെ ക്ലാസ്, ഇന്ന യൂണിറ്റ്, ഇന്ന മൊഡ്യൂള് എന്ന് പറഞ്ഞിട്ട്, ഇന്ന പാർട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോട്ട്സ് എഴുതി വെക്കുക ചെയ്തത്. അപ്പോൾ എന്തെങ്കിലും ഒരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ക്ലാസ്സോ വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ക്ലാസ് എടുത്തിട്ട് വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ രീതിയിൽ ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ 3 മൊഡ്യൂള് കൃത്യമായിട്ട് ഞാൻ ക്ലാസ് മുഴുവൻ കേട്ടിട്ട് പഠിച്ചു, റിവൈസ് ചെയ്യുകയൊക്കെ ചെയ്തു. അതിൻ്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നോക്കി. ബാക്കിയുള്ള 3 മൊഡ്യൂളൊക്കെ, അതായത് കറണ്ട് അഫയേഴ്സ് അങ്ങനത്തെ കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ എത്ര പഠിച്ചാലും തീരാത്ത ഒരുപാട് കാര്യങ്ങളുള്ളതല്ലേ. അപ്പോൾ അതൊക്കെ ഞാൻ കേട്ടു. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ടോപ്പിക്ക് നോക്കിയിട്ട് ക്ലാസ് കേട്ടു. അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മാത്സ് അല്ലാതെ പ്രിപ്പയർ ചെയ്യുകയും ചെയ്തു. ഡെയിലി പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് ആ രീതിയിൽ അതും ചെയ്തു. അങ്ങനെയായിരുന്നു പ്രധാനമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രിപ്പറേഷനിലെ ഡിഫിക്കൽട്ട് ഏരിയ എന്ന് പറയുന്നത്, എനിക്ക് പേപ്പർ 1 ഞാൻ പലതും സയൻസും ഹിസ്റ്ററിയൊക്കെ ഞാൻ 10th ആ ഒരു സമയത്ത് പഠിച്ച് വിട്ടതാണ്. അപ്പോൾ ഇത്രയും വർഷം ആയതുകൊണ്ട് പി ജി കഴിഞ്ഞിട്ട് തന്നെ 3-4 വർഷം കഴിഞ്ഞു. അപ്പോൾ അതുമായിട്ടുള്ളൊരു ബന്ധം പോയതുകൊണ്ട് അത് രണ്ടാമത് പഠിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. എനിക്ക് തോന്നുന്നത് എന്നെപ്പോലെ ഭാഷ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതൊക്കെ തന്നെ ആയിരിക്കണം ബുദ്ധിമുട്ടായിട്ട് വരിക. അപ്പോൾ അത് രണ്ടാമതൊന്ന് പഠിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. അതിൽ നമുക്ക് ഈ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പറയുക, അതുപോലെ മലയാളത്തിലും കൂടി ആയതുകൊണ്ട് എനിക്കത് കുറേയും കൂടെ എളുപ്പമായിരുന്നു. ബുദ്ധിമുട്ട് ഏരിയ അതായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ളൊരു ക്ലാസ് കിട്ടിയതുകൊണ്ട് എനിക്കത് മാനേജ് ചെയ്ത് പോകാൻ പറ്റി. പിന്നെ ഇനി സെറ്റ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, അപ്പോൾ നിങ്ങൾ വേറെ ഉത്തരവാദിത്വവും കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല സമയം ഇതാണ്. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, പെട്ടെന്ന് തന്നെ ക്വാളിഫൈ ചെയ്യാൻ പറ്റും. മാക്സിമം കൺസിസ്റ്റൻ്റായിട്ട്, സാർ എപ്പോഴും പറയുന്ന പോലെ കൺസിസ്റ്റൻസി ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മളിപ്പോൾ ഒരു ദിവസം 4 മണിക്കൂർ പഠിച്ചതുകൊണ്ട് കാര്യമില്ല, പിന്നെ 2 ആഴ്ച പഠിച്ചിട്ടില്ലെങ്കിൽ അതൊക്കെ മറന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ സ്ഥിരമായിട്ട് നോക്കുക, റിവൈസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. പിന്നെ എന്നെപ്പോലെ കുടുംബവും കുട്ടികളും മറ്റ് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ 1-2 പ്രാവശ്യം നമ്മൾ പറ്റിയില്ല, ശ്രമിച്ചു, കിട്ടിയില്ല എന്ന് വിചാരിച്ച് നിരാശപ്പെടാതെ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ കുറച്ച് ലേറ്റ് ആവുമായിരിക്കും, കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൻ്റെ ഒക്കെ കൂടെ ഇങ്ങനെ പാരലായിട്ട് ഇങ്ങനെ പഠനം കൊണ്ടുപോകുന്ന സമയത്ത് കുറച്ച് ലേറ്റാവും, കുറച്ച് വൈകുമായിരിക്കും. എന്നാലും നമുക്ക് കിട്ടാതിരിക്കില്ല, എന്തായാലും കിട്ടും. അത് എൻ്റെ അനുഭവമാണ്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും ക്വാളിഫൈ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്.